കേൾക്കാവോ? യെസ് സർ. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ പറഞ്ഞിരുന്നു, ആഴ്ചയിൽ 2 ക്ലാസ് ഉള്ളതില് ഒരു ക്ലാസ് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ടതും ഒരു ക്ലാസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കോപ്പറേറ്റീവ് ലോയിൽ അതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. ചോദ്യം ചോദിക്കാനല്ല, എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റൂ. ഇന്ന് നമ്മൾ കോർപ്പറേഷനെ പറ്റി എടുക്കുന്ന അവസരത്തിൽ കോർപ്പറേഷന്റെ അടുത്ത ക്ലാസ് വരുമ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ ക്ലാസ്സിന് വരണം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോർപ്പറേഷനാണ്. കോർപ്പറേഷനെ പറ്റി കോർപ്പറേഷനകത്തിൽ തന്നെ 3 വിങ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ഫോറിൻ കോർപ്പറേഷനാണ്, മറ്റൊന്ന് ക്രെഡിറ്റ് ആണ്, മറ്റൊന്ന് നോൺ ക്രെഡിറ്റ് ആണ്. ഇങ്ങനെ 3 വിങ് ആയിട്ട് പഠിക്കാനുണ്ട്. കമ്പാരിറ്റീവ്ലി ഫോറിൻ കോർപ്പറേഷനിൽ കുറവാണ്. ചില പരീക്ഷയ്ക്കൊക്കെ 2, 3, 4 ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. വിചാരിച്ചുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ ആകണമെന്നില്ല. ഒന്നും വിടാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ ക്രെഡിറ്റ് പഠിക്കണം, നോൺ ക്രെഡിറ്റ് പഠിക്കണം, ഫോറിൻ കോർപ്പറേഷൻ പഠിക്കണം. നമ്മൾ ഇന്ന് കോർപ്പറേഷൻ പഠിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തുടക്കം എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ഈ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് പഠിക്കണമെങ്കിലും നമുക്കൊരു ഗുരുത്വം വേണം. ഗുരുത്വം എന്ന് പറയുന്നുണ്ട്, സഹകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കം വരുമ്പോൾ അതിന്റെ എല്ലാമായ റോബർട്ട് ഓവനെ പറ്റി അറിഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. ആ ഭാഗം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ഫോറിൻ കോർപ്പറേഷന്റെ ആണെങ്കിലും നമ്മൾ ഫോറിൻ കോർപ്പറേഷന് ഓരോന്ന് എടുക്കും. ആ സമയത്ത് പിന്നെ ഈ റോബർട്ട് ഓവനെ പറ്റി പറയേണ്ടി വരത്തില്ല എന്ന് മാത്രം. റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വീട്ടിലെ അംഗം പോലെ ആയിരിക്കുകയാണ്. അത്രമാത്രം കേട്ട് ആരംഭിച്ച് ഇനിയും കേൾക്കാൻ വയ്യായി എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. എന്നിരുന്നാലും നമുക്കറിയാം, ഓരോ ക്ലാസ്സും ഓരോന്നും പഠിപ്പിക്കുമ്പോൾ ഓരോരുത്തരും പറയുമ്പോഴും അവരുടെ അറിവിൽ നിന്നുള്ള ചില പുതിയ കാര്യങ്ങളിലൂടെ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും പറയുന്ന പൊതുവായ കാര്യങ്ങൾ കൂടാതെ ഏതെങ്കിലും ഒന്ന് പുതിയതായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പുതിയത് കിട്ടിയാൽ അത് നമുക്കൊരു ഉപയോഗമാക്കി എടുക്കുക. അതുകൊണ്ട് ഇന്നെടുക്കാൻ പോകുന്ന റോബർട്ട് ഓവനെ പറ്റിയ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വേണേൽ കുറച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മടക്കി വെച്ചിട്ട് മാറിയിരിക്കരുത്. അപ്പൊ നമ്മള് സഹകരണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ രീതിയിലും ഒരു കൂട്ടായ്മയാണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടായ്മ ചില കാര്യങ്ങളിലൊക്കെ ചില പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഒരു പ്രദേശത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കിടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി കൂട്ടായി വന്ന് അയാളെ രക്ഷപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു. റോഡിലെങ്ങാണ് ഒരു മരം വീണ് കിടക്കുകയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴോ അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൂട്ടായ്മ ഉണ്ടായി, അത് പിന്നീട് അങ്ങ് അവസാനിക്കും. അതോടുകൂടി ആ മരം വെട്ടി മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ കൂട്ടായ്മ അവസാനിച്ചു. ഒരു ചെറിയ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നു, തീരുന്നു. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി സ്ഥിരമായ ഒരു സംവിധാനം ഒരുക്കുകയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു
പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു സ്ഥിരമായ സംവിധാനമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാൽ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് ഒരുപാട് കോഓപ്പറേറ്റീവ് സഹകരണ രീതിയിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ചില ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് റോബർട്ട് ഓവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ 1760 ഈ ഡോക്യാർഡ് വർക്കേഴ്സ്, അതായത് നമുക്കറിയാം ഈ ബോട്ട് ചെട്ടിയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ബോട്ടും മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്യുന്ന ചാട്ടൻ എന്നും ഊൾവിക് എന്നും പറഞ്ഞ 2 പേര്, അദ്ദേഹം ഡോക്യാർഡിലെ മാനേജർമാരായിരുന്നു. അവർ 2 പേര്, ഊൾവിക്കും ചാട്ടനും. ആ ബോട്ട് ചട്ടിയിലെ തൊഴിലാളികളുണ്ട് കുറച്ചേറെ ആൾക്കാർ. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഊൾവിക്കും ചാട്ടനും. പക്ഷെ അവർ 2 കൂടെ ചേർന്ന് അവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ഒരു മുതലാളിയാണ്, മറ്റൊരു തൊഴിലാളിയാണെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ചോളവും ഗോതമ്പും ഒക്കെ പൊടിച്ച് അവരുടെ ആവശ്യത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പൊടിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കള് അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അവരുണ്ടാക്കി കഴിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടാക്കി, ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ചു. അധികകാലം നിന്നിരുന്നില്ല എങ്കിലും അതുകൊണ്ടാണ് ഫസ്റ്റ് സൊസൈറ്റി സ്റ്റാർട്ടഡ് ബൈ ഊൾവിക് ആൻഡ് ചാട്ടൻ among the dockyard workers in 1760 എന്ന് പറയുന്നത്. അതൊരു സൊസൈറ്റി ആയിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു. പക്ഷെ അതിലെ ജീവനക്കാർ വേണ്ടത്ര അറിവും അതിന്റെ ഗുണത്തെ പറ്റിയോ അറിയാത്തത് കൊണ്ട് അത്രമാത്രം മുന്നോട്ട് പോയില്ല. തൽക്കാലത്തേക്കൊരു സംവിധാനം എന്ന രൂപത്തിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് അത് ആദ്യത്തെ സൊസൈറ്റി എന്ന രൂപത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്. 1760 ഊൾവിക് ആൻഡ് ചാട്ടൻ ഡോക്യാർഡ് വർക്കേഴ്സിന്റെ ഇടയിൽ ഉണ്ടാക്കിയതാണ് ആദ്യത്തെ സൊസൈറ്റി. പക്ഷെ പിന്നീട് ഒരു 11 വർഷം കഴിഞ്ഞ്, അതായത് 1771, ഇതൊരു ഫാൻസി നമ്പറാണ്. 17 ഇങ്ങോട്ട് നോക്കുമ്പോൾ 17. 1771 മെയ് മാസം 14, മെയ് 15 നമുക്കൊരു ഓർമ്മയുള്ളതാണ്. അത് 1969 ആണെന്ന് മാത്രം. ഇത് മെയ് മാസം 14, നമ്മുടെ നിയമത്തിന്റെ അതേ മാസം. നിയമവും 14 കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു റോബർട്ട് ഓവന്റെ ജന്മദിനത്തിലാണ് നമ്മുടെ നിയമം വന്നത്. പക്ഷെ അന്ന് കൊണ്ടുവരാൻ പറ്റില്ല, ഒരു ദിവസം താമസിച്ചു പോയി. ഇപ്പം 1771 മെയ് മാസം 14 നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിലെ വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വെയിൽസ് രാജകുമാരൻ എന്നൊക്കെ. അവിടെ ഓരോ സ്ഥാനമാനത്തിൽ വെയിൽസ് രാജകുമാരൻ, വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ വെയിൽസില് ന്യൂ ടൗണില് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശത്ത് ആണ് റോബർട്ട് ഓവൻ ജനിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലണ്ടിലാണ്, വെയിൽസിലാണ്, ന്യൂ ടൗണിലാണ് 1771 റോബർട്ട് ഓവൻ ജനിക്കുന്നു. അദ്ദേഹം ജനിച്ചതിനെ പറ്റി ജനിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി ഒരുപാട് വിവിധങ്ങളായ കാര്യങ്ങൾ പറയും. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ചോദ്യം വരത്തില്ലെങ്കിലും ചിലതിൽ പറയും ഒരു കൂലിവേലക്കാരനായ
റോബർട്ട് ഓവന്റെ മകനായിരുന്നു റോബർട്ട് ഓവൻ എന്ന്. റോബർട്ട് ഓവന്റെ അച്ഛന്റെ പേരും റോബർട്ട് ഓവൻ തന്നെയായിരുന്നു. അദ്ദേഹം കൂലിവേലക്കാരനായിരുന്നു. ചില ബുക്കുകളിൽ നിങ്ങൾ കാണും. ചില ബുക്കുകളിൽ കാണുന്നത് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. ആ പ്രദേശത്ത് വലിയ ശമ്പളമൊന്നുമില്ല, പോസ്റ്റ് മാസ്റ്റർ ആണെന്ന്. ചില ബുക്കുകളിൽ നിങ്ങൾ കാണും ഈ കുതിരയുടെയൊക്കെ പുറത്ത് ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്ന, നമ്മളൊക്കെ കയറി ഇരിക്കാനുള്ള ആ സാധനം ഉണ്ടാക്കുന്ന, ലെതർ കൊണ്ടുണ്ടാക്കുന്ന, അതുണ്ടാക്കുന്ന ഒരാളായിരുന്നു എന്നൊക്കെ കേൾക്കും. അപ്പം അത് ഓരോരുത്തരും അവരവരുടെ സൗകര്യം പോലെ എഴുതിയിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നെന്ന് മാത്രം ധരിക്കുക. 1771 7 മക്കളാണ്. അതിൽ 5-ാമനായിട്ട് റോബർട്ട് ഓവൻ ജനിച്ചു. അപ്പൊ റോബർട്ട് ഓവന്റെ ഫാദറിന്റെ പേരും റോബർട്ട് ഓവൻ തന്നെയാണ്. അമ്മയുടെ പേര് ആനി വില്യംസ് എന്നാണെന്ന് നിങ്ങൾക്കറിയാം. ആനി വില്യംസിന്റെയും റോബർട്ട് ഓവന്റെയും മകനായി റോബർട്ട് ഓവൻ ജനിച്ചു. അതൊരു സൗകര്യമായിരുന്നു, പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ്. അച്ഛന്റെ പേര് തന്നെ മോനം കിട്ടി കഴിഞ്ഞാൽ രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. ഇത്രയൊക്കെ ഒരു സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. 1771 ജനിച്ചു. വളരെ കുടുംബത്തിൽ അംഗങ്ങൾ കൂടുതലായതുകൊണ്ട് സാമ്പത്തിക പരാധീനത കൊണ്ട് വലിയ വിദ്യാഭ്യാസവും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം 10-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നിറങ്ങി ഒരു മിൽത്തുണിയിൽ ജോലിക്ക് കയറി. ആദ്യമൊക്കെ അപ്രന്റീസായിട്ട് ജോലി ചെയ്തു. തുടർന്ന് റോബർട്ട് ഓവൻ കുറച്ച് മിടുക്കനായതുകൊണ്ട് ആ മിൽ ഫാക്ടറിയിൽ പുതിയ പരിഷ്കാരങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടെ കഴിവുള്ളവനാണെന്ന് തെളിയിച്ചു. അദ്ദേഹത്തെ അതിൻ്റെ ആ കമ്പനിയുടെ സൂപ്രണ്ടാക്കി. പിന്നീട് അദ്ദേഹം അതിൻ്റെ മാനേജർ എന്ന് വെച്ചാൽ മുതലാളിയായി എന്നല്ല, മാനേജറായി. അപ്പൊ കഴിവ് നോക്കിക്കൊണ്ടാണ് ഇയാൾക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ വന്നതൊക്കെയും അത് വിട്ടുപോകാതെ, പല പ്രശ്നങ്ങൾ ആ സ്ഥാപനത്തിന് വന്നെങ്കിലും അതിലൊന്നും വിട്ടുപോകാതെ അദ്ദേഹം അവിടെ തന്നെ നിന്ന്, പലരും പോയെങ്കിലും അദ്ദേഹം പോയില്ല. അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ നിന്ന് ആ സ്ഥാപനം മെച്ചപ്പെടുത്തി എടുക്കാനുള്ള പണി ചെയ്തു. അങ്ങനെ അദ്ദേഹം മാനേജർ വരെയായി. നിങ്ങൾക്കറിയാം, മാനേജറായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ, അതായത് ന്യൂ ലെനാർക്ക് മിൽ, സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് അന്ന് ഇംഗ്ലണ്ടില്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട് എന്നൊക്കെ പലതറിയപ്പെട്ടിരുന്നതിനകത്തിലെ സ്കോട്ട്ലൻഡിലായിരുന്നു ഈ ന്യൂ ലെനാർക്ക് മില്ല് സ്ഥാപിച്ചിരുന്നത്. ഒരു വലിയ സമ്പന്നനായ വലിയൊരു ഫാക്ടറിയാണ്. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിലൊരാളായിരുന്നു റോബർട്ട് ഓവൻ, ന്യൂ ലെനാർക്ക് മിൽ. അതിന്റെ മുതലാളി എന്ന് പറയുന്നത് ഡേവിഡ് ഡെയിലായിരുന്നു. ഡേവിഡ് ഡെയിലിന്റെ ആണ് മുതലാളി. അദ്ദേഹം വളരെ സമ്പന്നനാണ്, മുതലാളിയാണ്. അവിടെയാണ് ഇദ്ദേഹം പടിപടിയായിട്ട് ഉയർന്നു വന്ന് മാനേജർ വരെ ആയിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഡേവിഡ് ഡെയിലിന്റെ ഈ ന്യൂ ലെനാർക്ക് മിൽ, തുണിമില്ല്, ഒരുപാട് നിയമക്കുരുക്കിൽ ഏർപ്പെടുകയും ഒരുപാട് സാമ്പത്തികം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഇത് വിൽക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കടം വന്നു, ലേലത്തിന് വിൽക്കുക. അപ്പൊ ആ വിൽക്കുന്ന കാര്യത്തെ പറ്റി തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ആദ്യം മുതലേ എന്നോടൊപ്പം നിന്ന റോബർട്ട് ഓവനോട് സംസാരിച്ചു. റോബർട്ട് ഓവന്റെ കുറച്ച് പങ്കാളികളുണ്ട്, പണ്ട് മുതലേ ഉള്ള കുറച്ച് കൂട്ടുകാരുണ്ട്.
അവരോടൊക്കെ ആലോചിച്ച് ഈ ന്യൂ ലെനാർക്ക് മില്ല് റോബർട്ട് ഓവൻ സ്വന്തമാക്കി. അതിനോടൊപ്പം ഈ ഡേവിഡ് ഡെയിലിന്റെ ഒരേ ഒരു മകളായ, നമുക്കറിയാം, കരോലിൻ ഡെയിൽ. കരോളിൻ ഡെയിൽ എന്ന് പറയുന്ന ആനി എന്ന് പറയും, ആനി കരോളിൻ ഡെയിൽ ഡേവിഡ് ഡെയിലിന്റെ മകളായതുകൊണ്ട് കരോളിൻ ഡെയിൽ വിവാഹം കഴിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശമാവുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഡേവിഡ് ഡെയിൽ മരിക്കുകയും ചെയ്തതോടുകൂടി അതിന്റെ പൂർണ്ണ, മറ്റൊന്നുമില്ലെങ്കിൽ അതുണ്ടാക്കിക്കൊണ്ട് വന്ന ആളിന്റെ ഒരു നോട്ടം ഉണ്ടെന്ന് കാണും. ഇദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായിട്ട് അതിന്റെ മാനേജറായി മൊത്തത്തിലുള്ള ഓണറായി മാറി. ചുരുക്കി ഒരു പട്ടിണിക്കാരനായ ഒരു അപ്രന്റീസായ ജോലി ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറി. ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ മുതലാളിയായി മാറി. പൂവർ ഫാമിലിയിൽ ജനിച്ച് വിദ്യാഭ്യാസം പോലും ചെയ്യാൻ പോകാനൊക്കാതിരുന്ന ആ റോബർട്ട് ഓവൻ ഈ വലിയ സ്ഥാപനത്തിന്റെ മുതലാളിയായി മാറി, ഇൻഡസ്ട്രിയലിസ്റ്റായി. അതാണ് റോബർട്ട് ഓവൻ ബിക്കം ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയി മാറി. ഇതിനിടയ്ക്ക് അദ്ദേഹം വലിയ രീതിയിൽ വായനാശീലമുള്ളവനായിരുന്നു. വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും വായനയുണ്ട്. ഏതൊരാൾക്കും ഡിഗ്രിയോ PGയോ PhDയോ സ്ഥാനമല്ല പ്രാധാന്യം. വായനയിലൂടെ നല്ല അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്രയും, നമുക്കറിയാം, പല നമ്മുടെ രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെയുള്ള നേതാക്കളുടെയൊക്കെ അവരൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ അവരെ പല കാര്യങ്ങളെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ അവരൊന്നും ചിലപ്പോൾ ഡിഗ്രി പോലും ഉള്ളവരായിരിക്കത്തില്ല. വായനയിലൂടെ നേടി. ഇദ്ദേഹവും ഒരുപാട് വായനയിലൂടെ കാര്യങ്ങൾ നേടി. കൂടാതെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 1760 വോൾവിക്കും ചാട്ടനും കൂടി ആദ്യത്തെ സംഘം രൂപീകരിച്ചു. ഡോക്യാർഡ് വർക്കേഴ്സിന്റെ ഇടയിൽ 1771 മെയ് മാസം 14-ാം തീയതി ഇംഗ്ലണ്ടിലെ വെയിൽസിലെ ന്യൂ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് റോബർട്ട് ഓവന്റെയും ആനി വില്യംസിന്റെയും മകനായി ജനിച്ചു. വളരെ ചെറുപ്പത്തിലെ തന്നെ സാമ്പത്തിക ബാധ്യത കൊണ്ട് മിൽത്തൊഴിലാളിയായി മാറി. ഒരു ലേബറായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അദ്ദേഹം ജോലി ചെയ്ത കമ്പനിയുടെ തന്നെ മുതലാളിയായി മാറി. അദ്ദേഹം ജോലി ചെയ്ത കമ്പനി മുതലാളിയായ സ്ഥാപനം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ ന്യൂ ലെനാർക്ക് എന്ന് പറഞ്ഞ മില്ലായിരുന്നു. അവിടുത്തെ മുതലാളിയുടെ മകളെ തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ദ സ്പൗസ് ഓഫ് റോബർട്ട് ഓവൻ. ദ സ്പൗസ് ഓഫ് റോബർട്ട് ഓവൻ, റോബർട്ട് ഓവന്റെ പങ്കാളി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. അത് നിങ്ങൾക്കറിയാം, കരോളിൻ ഡെയിൽ. അപ്പൊ അതിന് പ്രസക്തി എന്താണെന്നുള്ളതാണ് ചിലപ്പോൾ ചോദിക്കുന്നത് ഫാദർ ഓഫ് റോബർട്ട് ഓവൻ. നമ്മൾ ഫാദർ ഓഫ് കോർപ്പറേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ചോദിക്കുന്നതിന് വേണ്ടി ചോദിക്കാം ഫാദർ ഓഫ് റോബർട്ട് ഓവൻ. അങ്ങനെ കിടക്കുന്ന റോബർട്ട് ഓവൻ കിടക്കുന്നു, വേറെ 2-3 കൂടെ കിടക്കുന്നു. ഒരിക്കലും നമ്മൾ വിചാരിക്കും എന്ത് ക്വസ്റ്റ്യൻ ഇട്ട മനുഷ്യനായത്, റോബർട്ട് ഓവന്റെ ഫാദർ റോബർട്ട് ഓവൻ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതത്തില്ല, നമ്മളെ മക്കളെ അത് തെറ്റാണെന്ന് അറിയാമല്ലോ, പിന്നെ ബാക്കി 3 കറക്കാൻ മതിയെന്ന് വിചാരിക്കും. അതും ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയായി മാറി. എപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു തൊഴിലാളിയായിരിക്കുന്ന ആള് തന്നെ മുതലാളിയാവുമ്പോഴായിരിക്കും ഏറ്റവും വലിയ ബൂർഷ്വ ആകുന്നത്. എന്നാൽ റോബർട്ട് ഓവൻ
തൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് വായനാശീലമുള്ള ആളായിരുന്നു. ഈ നമ്മളുടെ ഈ ഡെയിലിൽ തന്നെ അയാൾക്ക് സ്വന്തമായിട്ട് ചെറിയ ലൈബ്രറിയൊക്കെ ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മിക്കവാറും ഒക്കെ വായിക്കുന്നത് റോബർട്ട് ഓവന്റെ ഒരു സ്ഥിരം ശൈലിയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ ഒരു കമ്മിറ്റി മെമ്പർ ആകുന്നു. കൂടാതെ റോബർട്ട് ഓവൻ തന്നെ ഇംഗ്ലണ്ടിലെ ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മിറ്റി മെമ്പർ ആകുന്നു. അങ്ങനെ പല അനുഭവങ്ങൾ കിട്ടി അയാൾക്ക്. ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അതിൽ പ്രവർത്തിച്ച അനുഭവം ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന അതൊക്കെ. പിന്നെ ഇംഗ്ലണ്ടിലെ ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിൽ മെമ്പർഷിപ്പ്. ഇതെല്ലാം അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ചില ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതില് പ്രധാനമായിട്ട് ഒന്ന്, അതുവരെ 17 മണിക്കൂർ, ചില ബുക്കുകളൊക്കെ 20 കിടക്കും, അതൊന്നൊരു പ്രസക്തിയല്ല. 17 മണിക്കൂർ ജോലിയായിരുന്നു. എന്നുവെച്ചാൽ ആകെയുള്ള 24 മണിക്കൂറിൽ 17 മണിക്കൂർ ജോലി, അവിടെ താമസിച്ചങ്ങ് ജോലിയാണ്. 7 മണിക്കൂറേ ഉള്ളൂ കുറവ്. 17 മണിക്കൂർ ജോലിയുള്ളത് കുറച്ച് 10 മണിക്കൂറാക്കി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ. അല്ലാതെ മൊത്തത്തിൽ ചെയ്യാനുള്ള അവകാശം അയക്കില്ല. കാരണം ഇംഗ്ലണ്ടിൽ മൊത്തം ഭരണപരിഷ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെ നടപ്പിലാക്കി. വിത്തൗട്ട് റെഡ്യൂസിങ് ദ വേജ്, നിലവിലുള്ള വേജ് കുറയ്ക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അദ്ദേഹം കൂലി വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൊണ്ട് കൂലി നിലനിർത്തി. മറ്റൊരു കാര്യം അറിയാം, നിങ്ങൾക്കറിയാം, റോബർട്ട് ഓവൻ തന്നെ വന്നത് 10ാമത്തെ വയസ്സിലാണ്. 10ാമത്തെ വയസ്സിലാണ്. ചൈൽഡ് ലേബറാണ്. അവിടുത്തെ 500-ഓളം 1000-നോടടുത്ത് ജോലിക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം മക്കളെയും കൊണ്ട് ഇവിടെ വരിക, മക്കളും ആകുന്ന പോലെ ജോലി ചെയ്യുക. നമ്മുടെ ഈ ചില വെളിരാജ്യത്തു നിന്ന് വരുന്ന ചിലപ്പോൾ കട്ടച്ചുളയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രധാനപ്പെട്ട ആൾക്കാരും ജോലി ചെയ്യും, കൊച്ചു പിള്ളേരും കട്ടയിന് മുന്നിൽ പോകുന്നതാണ്. അപ്പൊ അവരും ജോലിയിൽ പങ്കാളികളാകുകയായിരുന്നു. ഇത് അവസാനിപ്പിച്ച അദ്ദേഹം ചൈൽഡ് ലേബർ അവസാനിപ്പിച്ചു. മറ്റൊരു കാര്യം, ഈ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ശാരീരിക പ്രശ്നങ്ങൾ. അവരുടെ സഹായത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഹെൽത്ത് കെയർ സെന്റർ. അതിന്റെ ഡയറക്ടർ, അതിന്റെ കമ്മിറ്റിയിൽ ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഫാക്ടറി തൊഴിലാളികൾക്ക് ചികിത്സ കൊടുക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. അതിലെ കമ്മിറ്റിക്കാരനായിരുന്നു ഇദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അങ്ങനെ അനുഭവമുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ സ്വന്തം ഫാക്ടറിയിൽ ജോലിക്കാർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറുടെ സേവനവും ഒരു ആശുപത്രിയും പണിഞ്ഞു. അപ്പൊ ലൂനരാർക്ക് മില്ലിനോട് ചേർത്ത് തന്നെ ഒരു ആശുപത്രി. ചൈൽഡ് ലേബർ അവസാനിപ്പിച്ചു. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികള് പിന്നെ ആര് നോക്കും? മറ്റേ അവിടെ തന്നെയാണെങ്കിലും കുട്ടികളെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് തള്ളമാര് പോവുകയല്ല, തള്ളയുടെ ഒപ്പം കുട്ടികളെ കൊണ്ടുമ്പോൾ അങ്ങ് നടന്നോടുമായിരുന്നു. ഇത് ചൈൽഡ് ലേബർ അവസാനിപ്പിച്ചപ്പോൾ ജോലി ചെയ്യാൻ പോകുന്ന മുതിർന്ന ആൾക്കാർ. അപ്പൊ അതിന് ഡേ കെയർ സെന്ററുകൾ, സത്യത്തിൽ ഇന്ന് കാണുന്ന ഡേ കെയർ ആദ്യത്തെ റോബർട്ട് ഓവൻ അതിന്റെയും പിതാവെന്ന് പറയാം. ഡേ കെയറുകൾ, ഇച്ചിരൂടെ പഠിച്ച കുട്ടികൾക്ക് അതിന് നോക്കാൻ ആളിനെ നിർത്തി. ഇച്ചിരൂടെ മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂൾ തന്നെ ആ കോമ്പൗണ്ടിൽ ആരംഭിച്ചു. അതിന് അധ്യാപകരെയൊക്കെ നിയമിച്ച് അവരെ പഠിപ്പിച്ചു. കാരണം ഇദ്ദേഹം പണ്ട് മുതലേ വായനാശീലമുള്ളവരാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഇദ്ദേഹത്തിനും അറിയാമായിരുന്നു. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമർ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇതാണ്. ഒരു സാമൂഹിക പരിഷ്കർത്താവ്. ഹി റെഡ്യൂസ് ദ വർക്കിംഗ് ടൈം ഫ്രം 17 to 10 without reducing the wage. അബോളിഷ്ഡ് ചൈൽഡ് ലേബർ തന്നെ അവസാനിപ്പിച്ചു. സ്റ്റാർട്ടഡ് ക്ലിനിക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ വർക്കേഴ്സ്. സ്റ്റാർട്ട് സ്കൂൾസ്
സ്കൂളുകൾ ആരംഭിച്ചു. ഇതൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഇതെല്ലാം ഇങ്ങനെ തന്റെ സ്ഥാപനത്തിൽ നടപ്പിലാക്കി. അതുകൊണ്ട് അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറാണ്, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ്. ഇംഗ്ലണ്ടിന്റെ സോഷ്യലിസത്തിന്റെ പിതാവാണ് അദ്ദേഹം, ഫാദർ ഓഫ് ബ്രിട്ടീഷ് സോഷ്യലിസം. ബ്രിട്ടന്റെ സോഷ്യലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടും ഇദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തിന്റെ മേഖലയിൽ തന്നെ അദ്ദേഹം സോഷ്യലിസം നടപ്പിലാക്കി. കാര്യങ്ങള് ചെയ്യണമെന്നുള്ളവന് ഒരിക്കലും ഒന്നിൽ ഒതുങ്ങി നിൽക്കത്തില്ല. അദ്ദേഹം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. എന്തിന് എല്ലാരെയും ഇവിടെ തന്നെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. അദ്ദേഹം അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് അതിന് മതിലൊക്കെ കെട്ടി ഒരു കോളനി ഉണ്ടാക്കി. ആ കോളനി മതിൽ കെട്ടി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ ജോലിക്കാരെ മൊത്തം അതിലേക്ക് അങ്ങ് മാറ്റി. സ്കൂള് ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ തന്നെ, ഹോസ്പിറ്റലും ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ. പക്ഷെ താമസം ആ കോളനിയിലേക്ക് അങ്ങ് മാറ്റി. ലേബർ കോളനി, അതൊരു ഗ്രാമം പോലെ. എല്ലാവരും 10,000 ആൾക്കാർ താമസിക്കുമ്പോൾ തന്നെ ഗ്രാമമായില്ലേ, ചെറിയ വീടുകള്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഫ്ലാറ്റ് ഈ വില്ലകൾ പോലെ അടുപ്പിച്ചടുപ്പിച്ച്, അതായത് ടൗൺഷിപ്പ്. സത്യത്തിൽ ടൗൺഷിപ്പ് എന്ന് പറയുന്നതിന്റെ ഇടമുക്കളിലെ കിടക്കുന്നത് ആധുനിക ടൗൺഷിപ്പിന്റെ പിതാവുമാണ് റോബർട്ട് ഓവൻ. കോപ്പറേറ്റീവ് ടൗൺഷിപ്പിന്റെയും പിതാവ് എന്ന് പറയാം. കാരണം അവിടെ ഒരു വലിയ വിശാലമായ സ്ഥലത്ത് ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി അവിടെ ഇവരെ താമസിപ്പിച്ചു, ടൗൺഷിപ്പാക്കി. അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി. ഇവർക്ക് താമസിക്കാനുള്ള വഴി, പോകാനുള്ള വഴികള്, അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ട എല്ലാം, കളിസ്ഥലം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്. അവിടെയും ഈ ഡോക്ടറുടെ സേവനം കൊടുക്കാൻ വേണ്ടി അവിടെയും ചെറിയ ക്ലിനിക്ക്. അപ്പോൾ ഒരു ടൗൺഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സംവിധാനവും ഒരിടത്ത് കിട്ടുമ്പോൾ അത് ടൗൺഷിപ്പായി മാറും. അതാണ് കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ആർക്കും വേണ്ടാത്ത സ്ഥലം സഹകരണ സംഘം വിലക്ക് വാങ്ങിച്ചിട്ട് അവിടെ ആ 4 വശവും മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ടും റോഡും വെച്ച് ഒരു ചെറിയ സ്കൂളും പണിഞ്ഞ് ഒരു ഹോസ്പിറ്റലും ചെറുത് പണിഞ്ഞു ഒരു നീന്തൽക്കുളവും ഉണ്ടാക്കി ഒരു പൂന്തോട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ ടൗണായി. പിന്നീട് ആ ഭൂമിയുടെ തുണ്ടം തുണ്ടമാക്കി ഓരോരുത്തർക്ക് കൊടുക്കുന്നു, അവർ വീട് വെച്ച് താമസിക്കുന്നു. ടൗണാ. അതുവരെ ആരും നോക്കാതെ കിടന്ന സ്ഥലമാണ്. ഇപ്പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്, ഇന്നത്തെ കോപ്പറേറ്റീവ് ടൗൺഷിപ്പിന്റെ ഒരു ചെറുരൂപം. വീടും കുളവും ഹോസ്പിറ്റലും സ്കൂളും മൈതാനവും എല്ലാം അതിനകത്ത് ഒരുക്കി. അതാണ് അതായത് ലേബർ കോളനി. പക്ഷെ താമസിക്കുന്നവരല്ല, ലേബേഴ്സാണ്. ആരുടെ ലേബേഴ്സ്? ഈ മില്ലിലെ തൊഴിലാളികളാണ്. അതൊരു വില്ലേജ് കമ്മ്യൂണിറ്റി പോലായി. ഒരു ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഗൾഫിലൊക്കെ ചെല്ലിയോ ലേബർ ക്യാമ്പുകൾ? തൊഴിലാളികൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം. അവിടെ ഒരു ലേബർ റിലീഫ് സെന്ററാണ്. തൊഴിലാളികൾക്ക് ആശ്വാസം കൊടുക്കുന്ന സെന്ററും കൂടെ. ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് മൃഗങ്ങളെ കൊണ്ടിട്ടേക്കുന്ന പോലെ കൊണ്ടുവന്ന് തള്ളിയിട്ടേക്കുകയല്ല. അവിടെ എല്ലാ സംവിധാനവും ഒരുക്കിയാണ്. കൂടാതെ അവിടത്തേക്ക് വേണ്ട എല്ലാ സാധനവും റോബർട്ട് ഓവൻ എത്തിച്ചു കൊടുക്കും. ഇവരെന്ത് ചെയ്യണം? കുറച്ചു പേര് ആ സാധനങ്ങൾ പൊടിയാക്കാനും കുറച്ചുപേർ ആൾക്കാര്, കുറച്ചുപേരത് പാചകം ചെയ്ത് ആഹാരമാക്കാൻ. ചില ആൾക്കാര് ഇപ്പൊ പറഞ്ഞ പോലെ കറിക്കരിയാനാള്, കുറച്ചുപേര് അരിയുന്നു, കുറച്ചുപേര് പാചകം, എല്ലാവരും കൂടെ ചേർന്ന് കുറച്ചുപേര് ഓരോരുത്തരും ഓരോന്നിന്റെ ഉത്പാദകരായി മാറും. അവർക്ക് തന്നെയാണ് കൺസ്യൂമേഴ്സും. കുറച്ചുപേർ ഉത്പാദിപ്പിക്കുന്നു, കുറച്ചുപേർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം, ഇവരുണ്ടാക്കുന്ന അവർക്കും കൊടുക്കാം.
ഇവര് കൺസ്യൂമേഴ്സുമാണ്, പ്രൊഡ്യൂസേഴ്സുമാണ്. ഈ തൊഴിലാളികൾ തന്നെ അവർ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. അവർക്ക് അവിടെ ജീവിക്കാനുള്ള സാധനങ്ങൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുകൊണ്ട് കൊടുക്കും. കഴിക്കാനുള്ള ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ അരിയും പച്ചക്കറികളെല്ലാം വാങ്ങിച്ചിട്ടുകൊണ്ട് കൊടുക്കും. കുറച്ചുപേര് അരി വെക്കുന്നു, കുറച്ചുപേര് പച്ചക്കറി അരിയുന്നു, കുറച്ചുപേര് സാമ്പാർ പണി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് അതിന് ലേബർ കോളനി അഥവാ വില്ലേജ് കമ്മ്യൂണിറ്റി അഥവാ ലേബർ ക്യാമ്പ് അഥവാ ലേബർ റിലീഫ് സെന്റേഴ്സ് എന്നറിയപ്പെടും. ഇങ്ങനെ ലേബർ കോളനി ആരംഭിച്ചു 1925 സ്കോട്ട്ലൻഡിൽ തന്നെ 2 കോളനി അദ്ദേഹം ഉണ്ടാക്കി. ഒന്ന് ഓർബിസ്റ്റനും മറ്റൊന്ന് ക്വിനൈൻ എന്ന് പറഞ്ഞു. രണ്ട് സെന്റൻസ് ആണ്, ആ സ്പെല്ലിങ്ങൾ വ്യത്യാസമുണ്ട്. 2 ഉണ്ടാക്കി. അപ്പൊ ഒന്ന് അദ്ദേഹത്തിന്റെ തൊഴിലാളികളെയും പിന്നെ വേറെ കുറച്ച് എവിടെയുള്ള തൊഴിലാളികളെയും സഹായിക്കാൻ തീരുമാനിച്ചു. ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവിടെയും ഒരു കോളനി ഉണ്ടാക്കി. അവർക്കും സാധനം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കുക, തിന്നുക. ഇതിങ്ങനെ ഉണ്ടാക്കി. ഈ സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അദ്ദേഹത്തിന്റെ ബോധ്യം വന്നു, ഇവിടുത്തെയൊക്കെ കോളനികൾ എന്ത് സംഭവിച്ചു, എന്നും കൊണ്ടിട്ട് തന്ന് കഴിഞ്ഞാൽ തിന്നുക അങ്ങ് വളരെയധികം അങ്ങ് ആഘോഷിച്ചു. അവർ നോക്കിയപ്പോൾ എല്ലാ സാധനവും ആവശ്യത്തിന് കിട്ടുന്നു. തിന്നുക, കുടിക്കുക, കിടക്കുക, തിന്നുക, ഇങ്ങനെ അങ്ങ് തുടങ്ങി. ഇതിന്റെ എവിടുന്ന് വരുന്നെന്നോ എങ്ങനെ വന്നെന്നോ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണെന്നോ എന്നും അവരൊന്നും മനസ്സിലാക്കിയില്ല. അവരങ്ങ് അഹങ്കരിച്ചു. ഇതെന്നും നിലനിൽക്കുന്നെന്ന് ധരിച്ചു. ഫലമോ ഈ 2 കോളനിയും തകർന്നു പോയി. ആരുടെ കുഴപ്പം കൊണ്ട് തന്നെ അവരത് മിസ്യൂസ് ചെയ്തു പലതും. എന്നും ഇദ്ദേഹം കൊടുത്തോണ്ടിരിക്കും എന്ന് ധരിച്ചു. പക്ഷെ കൊടുക്കുന്നതിന് പരിധിയുണ്ട്. അവരും കൂടി അതിനകത്തിൽ പങ്കാളികളാകേണ്ടതായിരുന്നു. പക്ഷെ അവരൊന്നും അതിൽ പങ്കാളികളായില്ല. അവര് കൊണ്ടു കൊടുക്കുന്നത് വെക്കാനും തിന്നാനും മാത്രമായി മാറി. അങ്ങനെ 2 കോളനിയും തകർന്നു പോയി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ ഈ നാട് വിട്ട് എന്റെ പരീക്ഷണം കുറച്ചുകൂടെ വിവരമുള്ള USA പോയി നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ 1926 USA ഇൻഡ്യാന എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിച്ചിട്ട് അതിനും മതില് കെട്ടി തിരിച്ചു. അവിടെയും തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഉൽപാദകരും കൺസ്യൂമേഴ്സുമാക്കി അവിടെ ക്യാമ്പിലാക്കിക്കൊണ്ട് അവിടെ നടപ്പിലാക്കി. അവിടുത്തെയും സ്വഭാവം ഇത് തന്നെയായിരുന്നു. അതിന് പുതിയൊരു പേരും കൊടുത്തു, ന്യൂ ഹാർമണി എന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു സന്തോഷപരമായ സംഭവം, ഒരു ന്യൂ ഹാർമണി, ഒരു നന്മയുടെ പുതുമയുടെ ഒരു തിളക്കം. അതാണ് ന്യൂ ഹാർമണി. പക്ഷേ നിർഭാഗ്യവശാൽ അതും തകർന്നു പോയി. വീണ്ടും തിരിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നു. 1926 അല്ല, 1826. ഓക്കെ, ചിലപ്പോ ഇപ്പൊ പറയുന്ന 1900 ഒക്കെ 1800. 1900 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ആ ഒരു മിസ്റ്റേക്കാണ്. 1826 ആണ് ന്യൂ ഹാർമണിയിൽ ആരംഭിച്ചത്. 1825 സ്കോട്ട്ലൻഡിൽ ആരംഭിച്ചത്. നമ്മൾ പറഞ്ഞു വന്നിരുന്നുവാ 1760 1771 മെയ് മാസം 14 റോബർട്ട് ടോബന്റെ മകനായി റോബർട്ട് ടോബൻ ജനിക്കുന്നു. വെയിൽസില് ന്യൂട്ടൗൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്മയുടെ പേര് ആനി വില്യംസ്, ഭാര്യയുടെ പേര് കരോളിൻ ഡെയിൽ, അമ്മയ്യപ്പന്റെ പേര് ഡേവിഡ് ഡെയിൽ. ഓക്കെ, അമ്മയ്യപ്പൻ എന്നല്ല, ഓണർ ഓഫ് ദ മില്ലാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ
അടുത്താണ് ലേബർ കോളനി. അപ്പൊ ലേബർ കോളനി എല്ലാം ഒരു പരുവത്തിന് പൂട്ടിക്കെട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് പിന്മാറിയില്ല. അടുത്ത അദ്ദേഹത്തിന്റെ പരിപാടിയാണ് ലേബർ എക്സ്ചേഞ്ച്. പുതിയൊരു പരിപാടിയായിട്ട് വരികയാണ്. ഒന്ന് തകർന്നപ്പോൾ മറ്റൊരു പരിപാടി. അതെന്താണ്? അത് ഇംഗ്ലണ്ടിലാണ് നടപ്പിലാക്കിയത് ലേബർ എക്സ്ചേഞ്ച്. അമേരിക്കയിൽ നീ പോകുന്നു, അവിടുത്തെ മതിയായി. ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ചിന്താഗതികളും ആ മനുഷ്യന്റെ ഒരു ആത്മാർത്ഥതയും ജനങ്ങളോടുള്ള അമിതമായ താല്പര്യവും ജനങ്ങളെ സഹായിക്കണമെന്നും തൊഴിലാളി വർഗത്തെ, അതാണ് വെൽഫെയർ മെഷേഴ്സ്, ലേബർ വെൽഫെയർ മെഷേഴ്സിന്റെ ഉപജ്ഞാതാവ്. ലേബർ വെൽഫെയർ മെഷേഴ്സ് അതായത് തൊഴിലാളി ക്ഷേമ പദ്ധതികളുടെ ഒരു ഫൗണ്ടറാണ് നമ്മുടെ റോബർട്ട് ഓവൻ. എന്തൊക്കെ മെഷേഴ്സ്! ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ അതുപോലെ കണ്ട് എല്ലാ സഹായം. പക്ഷെ അയാളോട് തിരിച്ചു ചെയ്തത് മൊത്തം മോശമാണെന്ന് മാത്രം. അതുകൊണ്ട് അദ്ദേഹം പിന്മാറിയില്ല. ലേബർ എക്സ്ചേഞ്ച് അതും എന്താണ്? അത് മറ്റൊരു സംവിധാനമാണ്. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, പണമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഈ കോളനികളെല്ലാം തകർന്നു പോയത് പണത്തോടുള്ള ആർത്തിയല്ല, അത്യാർത്തി. അതാണ് ഈ സ്ഥാപനങ്ങൾ മൊത്തം തകർന്നു പോയത്. അപ്പോൾ പണമില്ലാത്ത ഒരു സംവിധാനം, നോ മണി. പിന്നെ നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം മത്സരം, പരസ്പര മത്സരം. ഉൽപാദകരും ഉപഭോക്താക്കളും, ഉൽപാദകരും തമ്മിൽ മത്സരം, ഉപഭോക്താക്കൾ തമ്മിൽ മത്സരം, ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിൽ മത്സരം, മത്സരം, കോമ്പറ്റീഷൻ. അതും നാടിന് ആപത്താണ്. കോമ്പറ്റീഷൻ, പണം ഒരു പ്രശ്നമാണ്, മത്സരം ഒരു പ്രശ്നമാണ്. മറ്റൊന്ന് പ്രോഫിറ്റ്, ലാഭം എന്നുള്ള ചിന്ത. എന്തും കമന്ന് വീണാ കാപ്പണം, വീണാലും കാപ്പണം കിട്ടണമെന്നുള്ള ചിന്ത, ലാഭം. ഈ മൂന്ന് ദൂഷ്യം ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം ലേബർ എക്സ്ചേഞ്ച് എന്ന സംവിധാനം ഉണ്ടാക്കി. അവിടെ നോ മണി, നോ കോമ്പറ്റീഷൻ, നോ പ്രോഫിറ്റ്. നോ മണി, നോ കോമ്പറ്റീഷൻ, നോ പ്രോഫിറ്റ്. ലേബർ എക്സ്ചേഞ്ചിലാണ്, നോട്ട് ലേബർ കോളനി. രണ്ടും രണ്ടാണ്. ലേബർ എക്സ്ചേഞ്ച് ആണിത്. ഇത് സത്യത്തിൽ തൊഴിലാളികളുടെ ക്യാമ്പ് അല്ല. ലേബർ കോളനി എന്ന് വെച്ചാൽ ഇറ്റ് എ ലേബേഴ്സ് ക്യാമ്പ്. ഇതെന്ന് പറയുന്നത് വിവിധങ്ങളായ തൊഴിലാളികളും അല്ലെ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സുമാണ് ഇവിടെ തൊഴിലാളിയല്ല. കുറച്ച് ഉൽപാദകർ, കുറച്ച് കൺസ്യൂമേഴ്സ്, അവരെ എല്ലാരെയും കൂടെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. നിങ്ങൾ, അതായത് ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെ, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾ ഉൽപാദകരെല്ലാം, എല്ലാ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സുമാണ്. ഒരാള് കൺസ്യൂമർ എന്ന് മാത്രം പറയാനൊക്കത്തില്ല. കാരണം നിങ്ങളെ വീട്ടിൽ ഏത്തവാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത്തവാഴയുടെ പ്രൊഡ്യൂസറാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ കപ്പ കൃഷി ചെയ്യുന്നെങ്കിൽ അയാൾ അവിടുത്തെ പ്രൊഡ്യൂസറാണ്. നിങ്ങൾ അവിടുന്ന് കപ്പ വാങ്ങിക്കുന്ന അവസരത്തിൽ ഏത്തക്കൊലയുടെ പ്രൊഡ്യൂസറായ നിങ്ങൾ അവിടുത്തെ കൺസ്യൂമറാകും. ആ കപ്പ വിറ്റിട്ട് ഒരു ഏത്തക്കൊല ഓണത്തിന് വറക്കാൻ ഇയാളിൽ നിന്ന് വാങ്ങിച്ചാൽ അയാൾ ഇതിന്റെ കൺസ്യൂമറുമാണ്. എല്ലാവരും പ്രൊഡ്യൂസേഴ്സുമാണ്, കൺസ്യൂമേഴ്സുമാണ്. റോബർട്ട് ഓവൻ പറഞ്ഞു, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തുമായിക്കോട്ടെ അതെല്ലാം ഈ ലേബർ എക്സ്ചേഞ്ചിൽ കൊണ്ട് തരിക. ലേബർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രയത്നം. ലേബറർ ആണ് തൊഴിലാളി. ലേബർ നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ അധ്വാനം, അതിവിടെ കൊണ്ടുവരിക.
നിങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും അതിവിടെ കൊണ്ടുവരിക. ആ ഉൽപ്പാദിപ്പിച്ച് നിങ്ങളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേറെ ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ട് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വന്നത് അവര് വാങ്ങിച്ചോളൂ, അത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകത്തില്ല. ഇടനിലക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാഭമില്ല, പ്രത്യേകില്ല, പണമില്ല. പണത്തിന് പകരം ഈ ലേബർ കോളനി, ലേബർ എക്സ്ചേഞ്ചിൽ നിങ്ങൾ സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഒരു ചെറിയ തുണ്ട് പേപ്പറിനകത്തിൽ ലേബർ നോട്ട്സ്, നമ്മുടെ ചെക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ, ക്യാഷ് കാർഡ് എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ആ സംവിധാനമാണ് അന്ന്. അതിന്റെ ആധുനിക രൂപമാണ് ഗിഫ്റ്റ് വൗച്ചറും ക്യാഷ് കാർഡും ഒക്കെ. നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന്റെ വില ഇട്ട് ഒരു പേപ്പർ തരും. വില എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലേബർ ഹവേഴ്സ്, വർക്കിംഗ് ഹവേഴ്സ്. നിങ്ങൾ ഒരു മൺവെട്ടി ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുത്തു. നിങ്ങളോട് ചോദിക്കും എത്ര മണിക്കൂർ ജോലി ചെയ്തു. നിങ്ങൾ പറഞ്ഞു 10 മണിക്കൂർ. 10 മണിക്കൂറിന്റെ ഒരു ലേബർ നോട്ട്സ് വരും. അത് 10 മണിക്കൂർ എന്ന് എഴുതി ഒപ്പിട്ട് അവിടുത്തെ ആ ഇരിക്കുന്ന ആൾ ഒപ്പിട്ട് നിങ്ങളുടെ കയ്യിൽ തരും. ഈ 10 മണിക്കൂറിന്റെ ലേബർ നോട്ട്സ് കിട്ടിയാൽ നിങ്ങൾ അതും കൊണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ പലയിടത്തും പോവുകയാണ്. പലയിടത്തും സാധനം ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതിലെല്ലാം വിലയ്ക്ക് പകരം മണിക്കൂറായി എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ 2 മണിക്കൂറിന്റെ ഒരു സാധനം വാങ്ങിച്ചു, ഒരു സോപ്പ് വാങ്ങിച്ചു. നിങ്ങൾക്ക് കിട്ടിയ ലേബർ നോട്ട്സിൽ നിന്നും 2 മണിക്കൂർ പോയി കിട്ടി. 10 മണിക്കൂറിന്റെ ആണ് നിങ്ങളുടെ സാധനമെങ്കിൽ നിങ്ങൾക്ക് ലേബർ നോട്ട്സ് കിട്ടിയതെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറിന്റെ ഒരു സാധനം വാങ്ങിച്ചാൽ ബാക്കി 8 മണിക്കൂറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം ഈ ചില ഇവിടെ അതായത് വലിയ കൺവെൻഷൻ അല്ല, ചില പ്രത്യേക സ്ഥാപനങ്ങളൊക്കെ എന്തും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി കയറാവുന്ന ചില പ്രദേശമുണ്ട്. അവിടെ എന്ത് ചെയ്യും, കയറുമ്പോൾ തന്നെ ഒരു കൂപ്പൺ എടുക്കാൻ പറയും. കൂപ്പൺ എടുത്തിട്ട് 100 രൂപയുടെ കൂപ്പൺ എടുത്താൽ നിങ്ങൾ ആ ഭക്ഷ്യസാധനമാണെങ്കിലും എല്ലാ കടകളിലും ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു കടയിൽ നിന്ന് 50 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഈ കൂപ്പൺ കൊടുത്താൽ മതി. ആ കൂപ്പൺ അങ്ങോട്ട് ഇട്ടിട്ട് അവരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് തിരിച്ച് നമുക്ക് തരും. അതിനകത്ത് പിന്നെ ബാക്കി 50 കാണത്തുള്ളൂ. തൊട്ടപ്പുറത്ത് അവിടെ കൊണ്ടുവന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ചു, അവിടെ ഇത് കൊടുത്തു, അവർ 10 രൂപ എടുത്തു, ബാക്കി 40 രൂപ അതിൽ കാണത്തുള്ളൂ. ഇങ്ങനെ പലയിടത്തും വാങ്ങിച്ചു കഴിഞ്ഞ് 100 രൂപയുടെ തീരുമ്പോൾ പിന്നീട് കൊണ്ട് കൊടുത്താൽ അതിലൊന്നും കാണത്തില്ല. ഇങ്ങനത്തെ ഒരു പണി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതുപോലെ സംവിധാനം ഇത് മണിക്കൂർ കാണിച്ചിരിക്കുന്നു മാത്രം. അതാണ് ലേബർ എക്സ്ചേഞ്ച്, ലേബർ നോട്ട്സ്. ലേബർ എക്സ്ചേഞ്ചും ആ എക്സ്ചേഞ്ചിൽ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും, പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയും അവിടുന്ന് അതിന് പകരമായിട്ട് ലേബർ നോട്ട്സ് കിട്ടുകയും വാല്യൂ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസ് ഓഫ് ദ വർക്കിംഗ് അവേഴ്സ്, മണിക്കൂർ അവർ ചെയ്ത മണിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ലേബർ നോട്ട്സ് കിട്ടുകയും ആ ലേബർ നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് വേണ്ട സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് 20 മണിക്കൂറിന്റെ കിട്ടിയെങ്കിൽ 10 മണിക്കൂറിന്റെ സാധനം വാങ്ങിച്ചിട്ട് ബാക്കി ആ ലേബർ നോട്ട്സുമായിട്ട് വേണം പോകാം. പിറ്റേന്ന് അടുത്ത ദിവസം വന്നിട്ട് ബാക്കി വാങ്ങാം. പക്ഷെ പണമില്ല. പക്ഷേ നല്ലൊരു സംവിധാനമായിരുന്നു. പണമില്ലാത്ത, മത്സരമില്ലാത്ത, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു സ്ഥാപനം. നമുക്കറിയാം, നമ്മുടെ ജനങ്ങളാണ്. അവിടെയും എല്ലാം കള്ളന്മാരായിരുന്നു. 10 മണിക്കൂർ ജോലി ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുന്നത് 50 മണിക്കൂർ എന്ന് പറഞ്ഞ 50 മണിക്കൂർ എന്ന് പറയുമ്പോൾ 50 മണിക്കൂറിന്റെ ലേബർ നോട്ട്സ് കിട്ടും. ചില പാവങ്ങൾ കാണും, അവർ കറക്റ്റ് പറഞ്ഞു കൊടുത്തും കാണും. അങ്ങനെ വെട്ടിച്ച് ചിലരെ അതിനകത്തിൽ ചില തെറ്റുകൾ വരുത്തിയതിന്റെ ഫലമായി പിന്നീട് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ്
എല്ലാവരും ഇതങ്ങ് തുടങ്ങി. ഏതായാലും റോബർട്ട് ഓവൻ കൊണ്ടുവന്ന ആ പരിപാടിയും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് റോബർട്ട് ഓവൻ പറയുന്നത് റിച്ച് പ്രോമിസസ് ബട്ട് പൂവർ പെർഫോമൻസ്. റിച്ച് പ്രോമിസസ്, ഇതൊക്കെ എന്ത് നല്ല സംവിധാനമായി ഇന്ന് പോലും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാവുന്ന പരിപാടികളാണ്. അന്ന് ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ട ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പത്മശ്രീ, പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന പോലെ ചില പ്രത്യേക അവാർഡുകളൊക്കെ കൊടുത്തോണ്ടിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അനുഭവിക്കേണ്ട ആൾക്കാര്, ഇതിന്റെ ഗുണം അനുഭവിക്കേണ്ട ആൾക്കാര് മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ എന്തോ ചെയ്യും? കള്ളം കാണിച്ചു. മാത്രവുമല്ല, ഈ ലേബർ നോട്ട്സ് അവിടെ ഉൽപ്പാദിപ്പിച്ച ആൾക്കാർക്ക് അവര് തന്നെ അവിടുന്ന് വാങ്ങിക്കുമ്പോഴാണ് വേണ്ടിയായിരുന്നു. പക്ഷെ ഈ ലേബർ നോട്ട്സ് കൊണ്ടുവന്ന് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മേഖലയുമായി ഒരു സഹായവും ചെയ്യാത്ത ആൾക്കാർ വന്നിട്ട് വില കുറഞ്ഞ ഈ സാധനം പോയി വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവരത് കൊണ്ടുപോയി വേറെ വിറ്റു പണത്തിന്. എനിക്കൊരു 10 ലേബർ നോട്ട്സ് കിട്ടിയെങ്കിൽ ഞാനിത് വേറൊരുത്തനെ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ നിന്ന് പണം വാങ്ങിച്ചു. 10-50 രൂപ എനിക്ക് തന്നു. അവൻ ഈ 10 ലേബർ നോട്ട്സുമായിട്ട് ഇവിടെ വന്നിട്ട് വില കുറച്ച 10 ലേബർ നോട്ട്സിന്റെ സാധനം വാങ്ങിച്ചിട്ട് പോയി. അയാൾ 50 രൂപ കൊടുത്ത എൻ്റെ നിന്ന് ലേബർ നോട്ട്സ് വാങ്ങിച്ചത്. അയാൾ 150 രൂപയ്ക്ക് ആ സാധനം പുറത്ത് വിൽക്കുക. ഇങ്ങനെ ലേബർ നോട്ട്സ് പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുത്തു തുടങ്ങി. ബ്ലാക്ക് മാർക്കറ്റ്. കൂടാതെ ലേബർ ഹൗസ് കൂട്ടിക്കാണിച്ചു. ഫലമോ അതും തകർന്നു പോയി. അല്ലെ, നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്തില് ശ്രീനിവാസൻ പറയുന്നുണ്ട്, ആദ്യം ഞാനൊരു വ്യവസായം ആരംഭിച്ച് തകർന്നു പോയി. പിന്നെ ചകിരി അടുക്കി ഉൽപ്പാദിപ്പിക്കാൻ കയറുണ്ടാക്കാൻ ശ്രമിച്ചു, അതും തകർന്നു പോയി. എല്ലാം തകർന്നു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എന്തൊരു സംഭവമായിപ്പോയി, ഇങ്ങനെ നീ വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് തകർച്ചയിലേക്ക് പോകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീനിവാസൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം പഠിച്ചു, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. പണ്ട് ഞാൻ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് പോലും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണെന്ന്. ആ പഠിച്ച കാര്യം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന്. Economics is a science which studies human behavior as a ends and scarce means which have alternative uses എന്നൊരു സെന്റൻസ് കൂടെ പറയുന്നുണ്ട്. Economics is a science which studies human behavior as a relationship between ends and scarce means which have alternative uses. എക്കണോമിക്സിന്റെ ഡെഫിനിഷനാണ്. എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അവിടെ ഏറ്റവും വലിയ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷനാണ്. എന്തൊക്കെ? ആഗ്രഹങ്ങളും ഇല്ലാത്ത ഉപാധികളും, ഇല്ലാത്ത റിസോഴ്സ് വിഭവങ്ങളുടെ കുറവും കൂടുതൽ ആഗ്രഹങ്ങളും. ഇതെങ്ങനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാം? ഒരുപാട് ആഗ്രഹവും കുറച്ച് വിഭവങ്ങളും ഉള്ളത് എങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് എക്കണോമിക്സ്. അങ്ങനെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്നുള്ളത് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞതുപോലെ റോബർട്ട് ഓവന് ഇത്രയും കോടികൾ ചെലവാക്കി ഇതിൽ നിന്നൊരു കാര്യം അദ്ദേഹം പഠിച്ചു. ഒരു കാര്യം പഠിച്ചു. എന്താ? എവിടൊക്കെ പോയിട്ടുണ്ടോ അവിടുന്ന് എല്ലാവരുടെ അദ്ദേഹത്തെ തേച്ച് വിട്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരു പരുവാക്കി വിട്ടു. അതിൽ നിന്നൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കി. എന്താണ് ആ കാര്യം? Doctrine of circumstances. Doctrine of circumstances. Doctrine of circumstances. അതാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. സിദ്ധാന്തം എഴുതാൻ പറ്റി. ചുരുക്കി പറഞ്ഞാൽ 500 കോടി രൂപ ചെലവാക്കിയിട്ട് ഒരു സിദ്ധാന്തം പഠിച്ചു, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. എന്തായിരുന്നത്? നോ മാൻ ബൈ ബർത്ത് ടു ഗുഡ് ഓർ ടു ബാഡ്.
ദ സർക്കംസ്റ്റാൻസസ് മേക്ക് എ മാൻ ഗുഡ് ഓർ ബാഡ്. ഞാൻ ഈ സംഘടിപ്പിച്ച തൊഴിലാളികൾ ആരും മോശക്കാരല്ല. അവർ ജനിച്ചത് നല്ലവരായിട്ട് തന്നെയാണ് എല്ലാവരും. ആരും മോശക്കാരായിട്ടോ ആരും അതീവ നല്ലവരായിട്ടോ അല്ല ജനിക്കുന്നത്. പിന്നോ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവര് മോശക്കാരാകുന്നതും നല്ലതാകുന്നതും. ഇവിടെ ഞാനുണ്ടാക്കിയ ലേബർ കോളനികളും ലേബർ എക്സ്ചേഞ്ചുകളും അവിടെ നടപ്പിലാക്കിയ ലേബർ നോട്ട്സുകളും പ്രൊഡ്യൂസേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും ഒരു ഐക്യം ഉണ്ടാക്കിയതും ഇതെല്ലാം നടപ്പിലാക്കിയെങ്കിലും ആ നടപ്പിലാക്കിയതിന്റെ എല്ലാം തകർച്ച ഉണ്ടാകാനുള്ള കാരണം സാഹചര്യമാണ്. അവിടെ ചിലര് കള്ളം കാണിച്ചു. ഭൂരിപക്ഷവും നന്മയുള്ളവരായിരുന്നു. ചിലര് തൊഴിൽ മേഖലയിൽ മണിക്കൂറുകൾ കൂട്ടിപ്പറഞ്ഞ് വലിയ ലേബർ നോട്ട്സ് വാങ്ങിച്ചു. ചിലർ സത്യസന്ധമായി കൊടുത്തു വാങ്ങിച്ചുകൊണ്ട് പോയി. ചിലർ ഇത് ബ്ലാക്ക് മാർക്കറ്റ് വിറ്റ് കാശുണ്ടാക്കി. സമൂഹത്തിലെ പല സ്വഭാവക്കാരാണ്. അതാരും പല സ്വഭാവക്കാരല്ല, എല്ലാം പിന്നെ സമൂഹം അവരെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. ഇതാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം അദ്ദേഹം കണ്ടെത്തി. ആകെ ഉണ്ടായിരുന്ന നേട്ടമാണ് നമ്മുടെ ശ്രീനിവാസൻ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞ നേട്ടം ഉണ്ടാക്കി. അത് നേരത്തെ എക്കണോമിക്സിൽ താൻ പഠിച്ച ആ ഡെഫിനിഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കി കിട്ടി എന്ന് പറയുന്നത് പോലെ ഇത്രയും കോടികൾ ചെലവാക്കിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു നേട്ടം, ഒരു കാര്യം പഠിച്ചു. അദ്ദേഹം പഠിച്ച സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് അല്ല, ജനങ്ങളെ ആരും ജനിക്കുന്നുണ്ടെ മോശവും നല്ലതായിട്ടല്ല, സാഹചര്യവും സമൂഹവും പരിസ്ഥിതിയുമാണ് അവനെ മോശം നല്ലതാക്കുന്നതെന്ന് ഒരു കാര്യം പഠിച്ചു. അതാണ് അതിന്റെ നെറ്റ് എഫക്റ്റ്. ഇവിടെ റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ആള് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം നല്ല വിവരമുള്ളവനായിരുന്നു. അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം നല്ലതായിരുന്നു. അത് ഇംഗ്ലണ്ട് മൊത്തം അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റോബർട്ട് ഓവൻ. എന്ത് നല്ലൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആരാധന, ഇപ്പൊ നമ്മുടെ സിനിമാടന്മാരെ ആരാധകരില്ലേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഫാൻസ് അസോസിയേഷൻസ് ഒരുപാടുണ്ടായി. എന്തൊരു മനുഷ്യൻ. അദ്ദേഹം കൊണ്ടിരുന്ന തകർന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതെല്ലാം ജനങ്ങൾക്ക് സോഷ്യൽ റിഫോർമർ, ലേബർ വെൽഫെയർ മെഷേഴ്സ്, പുതിയ പുതിയ ചിന്തിക്കാനൊക്കാത്ത, നമുക്ക് ഇപ്പൊ പോലും ചിന്തിക്കാനൊക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഗവൺമെന്റ് പോലും അദ്ദേഹത്തെ വേണ്ടതുപോലെ കണ്ട് അദ്ദേഹത്തെ ആ നടപടിക്രമങ്ങൾ നടത്തിയ ഒരാളിന് ഫോളോവേഴ്സ് ഉണ്ടായി. അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോളോവറാണ് വില്യം കിങ്. അദ്ദേഹത്തിന്റെ സമകാലീനനുമാണ്, അദ്ദേഹത്തിന്റെ ഫോളോവറുമാണ്. അപ്പൊ അത്തരം ഫോളോവേഴ്സ് ഉണ്ടാകുന്ന ബുദ്ധനും ജൈനനും ക്രിസ്തുവിനും ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടായതുപോലെ റോബർട്ട് ഓവനും ഫോളോവേഴ്സ് ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകത്തില്ല. ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകും, ഫോളോവേഴ്സ് ഉണ്ടാകത്തില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്റെ പിൻഗാമികളായിട്ട് കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാകുമ്പോഴാണ് ഫോളോവേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റോബർട്ട് ഓവന്റെ ഒന്ന് രണ്ട് പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്റെ സ്ഥാപനത്തിലും പുറത്തും മറ്റ് രാജ്യത്തും ഒക്കെ നടപ്പിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ ഒരു സോഷ്യൽ റിഫോർമർ എന്നറിയപ്പെടും. കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെയും ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോർജ് മൂഡി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ചേർന്നുകൊണ്ട്, ജോർജ് മൂഡി
പിന്നെ എന്നോടൊപ്പം ഒരു വിൽസണും ഉണ്ട്. എങ്കിലും ജോർജ് മൂഡി എന്ന് പറഞ്ഞ ആ കാലത്തൊരു ജേണൽ ഇറക്കിയിരുന്നു, ഇദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട്. ദി എക്കോണമിസ്റ്റ് എന്ന് പറയും. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബുക്കാണ്, കോർപ്പറേഷന്റെ അല്ല, ഒരു ബന്ധവുമില്ല കോർപ്പറേഷന്. ആ ജോർജ് മോഡിയും ഇദ്ദേഹം കൂടെ ഇറക്കിയ ദി എക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം, എന്നുവെച്ചാൽ ജേണൽ. ആ ജേണലിൽ സ്ഥിരമായിട്ട് ലേഖനം എഴുതുന്ന ആളാണ് റോബർട്ട് ഓവൻ. അപ്പം ആ റോബർട്ട് ഓവന് ആ ലേഖനം എഴുതിയ കൂട്ടത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ടേമും അദ്ദേഹം ഒരു ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ടേം സത്യത്തിൽ റോബർട്ട് ഓവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? ദി എക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞ ജേണലിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ റോബർട്ട് ഓവന്റെ ഈ ജേണലിലെ എസ്സേകളും ലേഖനങ്ങളും വായിച്ചാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളിൽ ഒരാളായ ചാൾസ് കൗറാത്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടി സഹകരണ സംഘം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഒരു പ്രഭാഷണം തന്നെ നടത്തി. റോബർട്ട് ഓവൻ അന്ന് റോക്ക്ഡെയിലിനടുത്തുള്ള ഒരു പള്ളിയുടെ മൈതാനത്ത് വെച്ച് ആ യോഗത്തിൽ പങ്കെടുത്തതിൽ കുറച്ച് ആൾക്കാർ ചേർന്നാ പിന്നെ സംഘം രൂപീകരിച്ചത്. അത് ചാൾസ് കൗറാത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ദി എക്കോണമിസ്റ്റിലെ റോബർട്ട് ഓവന്റെ എസ്സേസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ദി എക്കോണമിസ്റ്റിലെ ലേഖനങ്ങൾ എഴുതി വിദ്യാഭ്യാസപരമായ ഒരുപാട് കാര്യങ്ങൾ സഹകരണ മേഖല, സഹകരണവുമായി ബന്ധപ്പെട്ട ജേണലല്ല, അത് നമ്മുടെ വില്യം കിങ്ങിന്റെയാണ്. ഇത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ ബുക്ക്. അതിലെ ലേഖനങ്ങൾ, ആ ലേഖനത്തിലാണ് അദ്ദേഹം കോപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞ ടേം തന്നെ ഉപയോഗിച്ചേക്കുന്നതെന്നാണ്. മറ്റൊരു കാര്യം, എവിടെയും നിങ്ങളൊരു കാലഘട്ടത്തിലെ ഇദ്ദേഹത്തിന്റെ ഒരു ഗുണം, അന്ന് ക്രിസ്തുമതമാണ് ഇംഗ്ലണ്ടിലുമൊക്കെ ഉള്ളതെങ്കിലും അദ്ദേഹം മതത്തിന്റെ പേരിലൊന്നും യാതൊരു വിധമായ പ്രത്യേകതയും കാണിച്ചില്ല. മതം അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. റിലീജിയസ് ന്യൂട്രാലിറ്റി ആയിരുന്നു. നമ്മുടെ റോക്ക്ഡെയിലുകാരുടെ പ്രിൻസിപ്പിളിനകത്താണ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. അതിലെ റിലീജിയസ് അവിടെ പറഞ്ഞത് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് വെച്ചാൽ സെക്കുലർ ആയിരുന്നു, മതേതരവാദിയായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മത നേതാക്കന്മാരെ അദ്ദേഹം പറയുന്നത് അപ്ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് ഇമ്മോറൽ വേൾഡ്, പഴഞ്ചൻ അധാർമിക ലോകത്തിന്റെ ഉയർത്തിപ്പിടുത്തുകാരാണ് അവരെല്ലാം. കാലഹരണപ്പെട്ട കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാണിച്ച് അവരെയൊക്കെ ഒരു പരുവത്തിനാക്കുന്ന ആൾക്കാരാണ് ഈ മതപുരോഹിതന്മാർ, മതമേലധ്യക്ഷന്മാരെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരെ പറ്റിയാ? റിലീജിയസ് ലീഡേഴ്സിനെ പറ്റി പറഞ്ഞത് അപ്ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് ഇമ്മോറൽ വേൾഡ്, പഴയ അധാർമികതയുടെയും പഴയ കാലത്തെ കാട്ടുനീതികളുടെയും അവരുടെയൊക്കെ ആ ലോകം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് ഈ മത മേലധ്യക്ഷന്മാരെന്ന്. അത്രമാത്രം മതം പ്രാധാന്യമുള്ള കാലഘട്ടത്തിൽ ഇന്ന് പോലും പറയാൻ നമ്മൾ പേടിക്കും. ഇത്രയൊക്കെ വലിയ സാങ്കേതിക വിദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു മതത്തെ പറ്റിയോ ഒരു മത പുരോഗതിനെ പറ്റിയോ പറയാൻ നമുക്ക് വിറയലുണ്ടാകും. ആ സമയത്ത് പുരോഹിതന്മാരെ മൊത്തത്തിൽ അടിച്ച് ആക്ഷേപിച്ച ഒരു മതേതരവാദിയായിരുന്നു റോബർട്ട് ഓവൻ. അപ്പൊ റോബർട്ട് ഓവൻ ഈസ് എ സെക്കുലർ, സോഷ്യൽ റിഫോർമർ, സോഷ്യലിസ്റ്റ്. മാത്രമോ ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സോഷ്യലിസത്തിനെ ഉട്ടോപ്യൻ സോഷ്യലിസം എന്നറിയപ്പെടും. അതിന്റെ കാരണം ഉട്ടോപ്യ സോഷ്യലിസം എന്ന് പറയുന്നത് അദ്ദേഹം ഇത് നടപ്പിലാക്കിയ മൊത്തം സോഷ്യലിസമാണ്. പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാൻ സ്കൂൾ ഉണ്ടാക്കി കൊടുത്തു, പാവപ്പെട്ട തൊഴിലാളികൾക്കെല്ലാം വീടുണ്ടാക്കി താമസിക്കാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു, പാവപ്പെട്ട തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു.
സോഷ്യലിസ്റ്റ്. പിന്നെ പണമില്ലാത്ത, മത്സരമില്ലാത്ത, ലാഭമില്ലാത്ത ഒരു സമൂഹം സോഷ്യലിസമാണ്. ക്യാപിറ്റലിസത്തിൽ എന്താ? പണം, കോമ്പറ്റീഷൻ, പ്രോഫിറ്റ്. അതാണ് ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത. സോഷ്യലിസത്തിലോ നോ പ്രോഫിറ്റ് മോട്ടീവ്, നോ കോമ്പറ്റീഷൻ, പിന്നെ പണം അതുണ്ട്. അതുപോലും ഇല്ലാത്തൊരു സോഷ്യലിസം. അതാണ് റോബർട്ട് ഓവൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യലിസം അത്ര പ്രാക്ടിക്കൽ അല്ല. ഇതുപോലുള്ള സോഷ്യലിസം നടപ്പിലാക്കാൻ പ്രയാസമാണ്. അത് ചിലപ്പം നടപ്പിലാക്കിയാലും സ്ഥിരമായി നിൽക്കത്തില്ല. എന്ന് പറയുമല്ലോ, എന്നും കൊടുക്കാൻ വേണ്ടി ചില ആളുകൾ, വാങ്ങാൻ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ. കൊടുക്കേണ്ടവരെന്നും കൊടുത്തോണ്ടേയിരിക്കുക, വാങ്ങുന്നവർ വാങ്ങിക്കഴിച്ചോണ്ടേയിരിക്കുക. എന്നാൽ ആ വാങ്ങുന്നവനും ഈ കിട്ടിയതിൽ നിന്നുള്ള കാര്യം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി അതിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. കിട്ടുന്നോളം കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ, കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് സിനിമയ്ക്കകത്തില്ല മോഹൻലാൽ പറയത്തില്ലയോ, കൊടുക്കേണ്ടവൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് കുടുംബത്തിന് വേണ്ടി, ചില കുടുംബങ്ങളിലെ അത് ഉദ്ദേശിച്ച ആ സിനിമയെ പറയുന്നത് എന്താ, എന്നും കൊടുക്കാൻ വേണ്ടി ഒരു മകൻ, ബാക്കി മക്കളെല്ലാം അച്ഛനും അമ്മയും വാങ്ങാൻ വേണ്ടി മാത്രം. അവരുണ്ടാക്കുന്ന ആർക്കും കൊടുക്കത്തുമില്ല. അതേ രീതി. അതായിരുന്നു ഇദ്ദേഹത്തിന്റെ സോഷ്യലിസം. ഉട്ടോപ്യനായിരുന്നു. അതിന് കാരണം നടക്കാത്തത്, വിജയകരമാകാൻ പറ്റാത്തത് എന്നർത്ഥമാണ്. അതുണ്ടായത് സർ തോമസ് മൂർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു നോവൽ എഴുതി, ഉട്ടോപ്യ. സർ തോമസ് മൂറിന്റെ നോവലാണ് ഉട്ടോപ്യ. ആ ഉട്ടോപ്യ എന്ന് പറഞ്ഞ നോവലിനകത്തിൽ ഒരു പ്രത്യേക രാജ്യം, ആ രാജ്യത്തിൽ ഭരണാധികാരികളില്ല, പോലീസില്ല, എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങിക്കുന്നു, ആ ഇഷ്ടമുള്ളത് തിന്നുന്നു, സ്വതന്ത്രമായി ജീവിക്കുന്നു. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാൻ പ്രയാസമാണ്. ആ വാക്കിൽ നിന്നാണ് ഉട്ടോപ്യ എന്ന് പറഞ്ഞ വാക്ക്. ഒരിക്കലും നടക്കാത്ത മോഹം എന്ന് പറഞ്ഞ പോലെ, നടക്കാത്ത എത്രയോ നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞ പോലെ, ഒരിക്കലും നടക്കാത്ത സ്വപ്നം, അതാണ് ഉട്ടോപ്യ. അങ്ങനത്തെ ഒരു സോഷ്യലിസം അതായിരുന്നു റോബർട്ട് ഓവൻ കണ്ടത്. അതാണ് റോബർട്ട് ഓവന്റെ അവിടെ ഇല്ല എന്ന് മാറ്റി. എന്തോ എല്ലാം പറഞ്ഞാലോ. ആരുടെയോ മൈക്ക് ഓൺ ആയതായിരുന്നു സാറേ. ആരുടെയോ മൈക്ക് ഓൺ ആയതായിരുന്നു. ഓ സോറി, ഓക്കെ. ആരുടെയോ മൈക്കാണ് ഉട്ടോപ്യ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോണ്ടിരിക്കുക. ഇതിന്റെ കാര്യങ്ങളെല്ലാം നോട്ട്സ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോയിന്റുകളെല്ലാം കിട്ടും. അതിൽ ബേജാറാകണ്ട, നോട്ട്സ് ആയിട്ട് തന്നെ തരാം. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ നിൽക്കണമെങ്കിൽ അതിന് വേണ്ടി പറയുകയാണ് ഇതെല്ലാം, അല്ലാതെ പോയിന്റ് പറഞ്ഞു പോയാലൊരു കാര്യമില്ലല്ലോ. ഉട്ടോപ്യ, ഈ പോയിന്റ് എല്ലാം കൂടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതൊന്ന് അന്നേരം ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ഒന്ന് ഓർത്താൽ മതി. അന്നേരം ഇവിടെ റോബർട്ട് ഓവൻ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റായിരുന്നു. അദ്ദേഹം സെക്കുലർ ആയിരുന്നു, മതേതരവാദിയായിരുന്നു, സോഷ്യൽ റിഫോർമർ ആയിരുന്നു, ലേബർ വെൽഫെയർ മെഷേഴ്സിന്റെ ആൾക്കാരായിരുന്നു. ഒരു പുത്തൻ ഐഡിയോളജി, അതുവരെ നമ്മൾ കാണാത്ത ഒരു ഐഡിയോളജിയാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. ഒരു സൗഹൃദത്തിന്റെ, കൂടാതെ ജനങ്ങൾ ആരും മോശമല്ല, അവരെ മോശക്കാരാക്കുകയാണ് സമൂഹം. അതുകൊണ്ട് ഇദ്ദേഹത്തെ
ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി എന്ന് പറയും. സഹകരണത്തിന്റെ ഒരു ഐഡിയോളജി നമുക്ക് അവതരിപ്പിച്ചു തന്ന മനുഷ്യൻ. എല്ലാവരും യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ശരിയായ രൂപത്തിലാണ്, പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ടാണ് യോജിപ്പിക്കുന്നതെങ്കിൽ വിജയിക്കും. പക്ഷെ അദ്ദേഹം അന്ന് പ്രാക്ടിക്കലായിട്ടും ചെയ്യാതെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്തു. പക്ഷെ അതിന്റെ ഗുണഭോക്താക്കൾ അതിന്റെ വേണ്ടതുപോലെ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ടെല്ലാം തകർന്നു പോയതാണ്, അല്ലാതെ റോബർട്ട് ഓവന്റെ കുഴപ്പമല്ല. അപ്പോൾ അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് ഐഡിയോളജി, നോട്ട് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി. കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ ഫൗണ്ടർ അല്ല, കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ ഫൗണ്ടർ വേറെയാണ്. കോപ്പറേറ്റീവ് ഐഡിയോളജിയുടെ ഫൗണ്ടറാണ് റോബർട്ട് ഓവൻ. കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ ആളാരാ? മക്പേഴ്സൺ. മെപ്പേഴ്സൺ ആണ്. 1995 പുതിയ പ്രിൻസിപ്പിൾസ് ലോകത്തിന് നൽകിയപ്പോൾ അതിനോടൊപ്പം ഡെഫിനിഷനും നൽകി, വാല്യൂസും നൽകി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെയാണ് ഐഡന്റിറ്റി, കോപ്പറേറ്റീവ് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ, അതുവരെ ഒരു അഡ്രസ് ഇല്ലാത്ത സഹകരണ പ്രസ്ഥാനത്തിന് സ്വന്തമായിട്ട് ഔദ്യോഗികമായ ഒരു ഡെഫിനിഷൻ ഉണ്ടാകുകയും ഔദ്യോഗികമായിട്ട് പ്രിൻസിപ്പിൾസ് ഉണ്ടാകുകയും, നല്ല പ്രിൻസിപ്പിൾസ്, ഔദ്യോഗികമായിട്ട് വാല്യൂസ് ഉണ്ടാകുകയും ചെയ്തപ്പോൾ സഹകരണത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടായി. അതുകൊണ്ടാണ് മെപ്പേഴ്സണെയാണ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഇതല്ല കോപ്പറേറ്റീവ് ഐഡിയോളജി, അതിന്റെ ഫാദറാണ് റോബർട്ട് ഓവൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഇദ്ദേഹം ഒരു സഹകരണ സംഘം ഉണ്ടാക്കിയിട്ടില്ല. റോബർട്ട് ഓവൻ did not invent any cooperative society. Robert Owen did not invent any cooperative society, but inspiration to cooperative society. റോബർട്ട് ഓവൻ ഒരു സഹകരണ സംഘം ഉണ്ടാക്കിയില്ല, പക്ഷേ he gave an inspiration to the formation of cooperative society. ഇതാണ് അദ്ദേഹത്തെ പിതാവാക്കി മാറ്റിയത്. ഈ സെന്റൻസ് പറഞ്ഞത് ആരാ? വില്യം കിങ് ആണോ സർ? വില്യം കിങ് ആണോ? CR ഫേ ആണോ? CR ഫേ ആണ്. CR ഫേ പറഞ്ഞു അദ്ദേഹം സഹകരണ സംഘം ഉണ്ടാക്കിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ നിങ്ങളന്ന് വിചാരിക്കണം, ഈ സഹകരണ സംഘം ഉണ്ടാക്കുന്നതിന് എത്രയോ പരിപാടികൾ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ നൽകി. അതൊരു ഇൻസ്പിറേഷൻ അല്ലായിരുന്നോ? ആ ഇൻസ്പിറേഷനിൽ തന്നെ ഇന്ന് കാണുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറ്റിയെടുത്തില്ലേ? അതിന് ഇൻസ്പിറേഷൻ കൊടുത്ത വ്യക്തിയല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ എന്ന് പറയുന്നതോ? അങ്ങനെ CR ഫേയുടെ വാചകമാണ്, റോബർട്ട് ഓവൻ did not invent any cooperative society, but he gave an inspiration to form a cooperative society. അങ്ങനത്തെ 1771 ഒരു സാധാരണപ്പെട്ടവന്റെ മകനായി ജനിച്ച ഈ റോബർട്ട് ഓവൻ 1871 മെയ് 14 ജനിച്ച് 1858 നവംബർ 17 അവിടെ ഒരു 17 ജനിച്ച വർഷത്തിൽ കുറച്ച് 17 കിടപ്പുണ്ട്. മരിച്ച വർഷത്തിൽ ഒരു ദിവസത്തിൽ 17 കിടപ്പുണ്ട്. നവംബർ 17 അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും നൽകി ഇവരോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ
ആ ലേണലിലൂടെ ഒരുപാട് ലേഖനം എഴുതിയ കൂട്ടത്തിലാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞ ലേഖനം, പിന്നെ അത് പുസ്തകമാക്കുകയും ചെയ്തു. അങ്ങനെ എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, സമൂഹത്തോടുള്ളൊരു കാഴ്ചപ്പാട്, അത് അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടായിരുന്നുവെങ്കിൽ ജനങ്ങളത് മോശപ്പെട്ട രീതിയിലേക്കാണ് കൊണ്ടുപോയത്. എങ്കിലും എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന ഒരു അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ സമാഹാരം ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞ പുസ്തകം. അദ്ദേഹത്തിന്റെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആള് ലോകത്തിന് മുമ്പിൽ ഒരു പുതിയ കാഴ്ചപ്പാട് സമർപ്പിച്ച പുസ്തകം എഴുതുകയും സ്ഥിരമായിട്ട് എക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞ അതിനകത്തിൽ ലേഖനം എഴുതുകയും ചെയ്ത എത്രയോ ആൾക്കാരെ പുതിയ സംവിധാനം ഒരുക്കാൻ വേണ്ടി സഹായിച്ച, പ്രചോദനം കൊടുത്ത ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോളോവർ ആയിരുന്നു വില്യം കിങ്. വില്യം കിങ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അല്ല. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർമാരെന്ന് പറയുന്നുണ്ട്, ഡോക്ടറേറ്റ് കിട്ടുന്ന ഡോക്ടർമാരുമുണ്ട്, മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ഫിസിഷ്യൻ ആണെന്ന് പറയുന്നത്. അദ്ദേഹം മെഡിസിൻ മേഖലയിലുള്ള ഡോക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഫിസിഷ്യൻ ബൈ പ്രൊഫഷൻ എന്ന് പറയുന്നത്. റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറി. ആദ്യം പാവപ്പെട്ടവരാണെങ്കിലും ഇൻഡസ്ട്രിയലിസ്റ്റ് ബൈ പ്രൊഫഷനായി മാറി. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായി മാറി. റോബർട്ട് ഓവനോ വില്യം കിങ്ങോ അദ്ദേഹം ഒരു പ്രധാനമായിട്ടും ഒരു ഫിസിഷ്യനായിരുന്നു. കൂടാതെ അദ്ദേഹം ക്രിസ്തുമത പുരോഹിതനും കൂടിയായിരുന്നു. അത് നമുക്ക് പ്രാധാന്യമില്ല. ഒരു ക്രിസ്തുമത പുരോഹിതനായ ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്. റോബർട്ട് ഓവന്റെ ഫോളോവർ ആയിരുന്നുവെങ്കിലും അദ്ദേഹം നടപ്പിലാക്കിയത് അതുപോലെ നടപ്പിലാക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അല്പം മാറി നടന്നു, മാർഗങ്ങൾ മാറ്റി. റോബർട്ട് ഓവൻ കൊണ്ടുവന്ന പരിപാടികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിലും വഴി മാറി. നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ ഈ റോഡെ കൂടെയും പോകാം, ഈ റോഡെ കൂടെയും പോകാം. ഇതിലെ കൂടെ പോയ എളുപ്പമാണ്, അതിലെ കൂടെ പോയ ദൂരം കൂടുതലാണ്. പക്ഷെ ഇതിലെ കൂടെ പോയ റോഡ് നല്ലതാണ്. ഇതാകുമ്പോൾ റോഡ് അത്ര നല്ലതല്ല. റോബർട്ട് ഓവൻ ഈ റോഡെ കൂടെ പോയി, അദ്ദേഹം ഈ റോഡെ കൂടെ പോയി. കട്ടുകളുള്ളതായതുകൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. മറ്റേദ്ദേഹം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അവിടെ എത്തി. ഇത് പെട്രോൾ കൂടി എന്നുള്ളതേ ഉള്ളൂ. വില്യം കിങ് വേറെ ഒരു റൂട്ടിലാണ് സഞ്ചരിച്ചത്. അദ്ദേഹം ഈ കോളനി ഒന്നും ഉണ്ടാക്കാൻ പോയില്ല. കോളനി അപകടമാണ്. അദ്ദേഹം പള്ളിയിൽ സ്ഥിരമായിട്ട് പ്രസംഗിക്കുമ്പോൾ കുടുംബത്തിൽ യോജിപ്പുണ്ടാകുക. കുടുംബത്തിൽ നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാജ്യം നന്നാകും. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഫാമിലി ലൈഫ്. കുടുംബത്തിൽ നല്ല രീതിയിൽ വന്നാൽ അവൻ സമൂഹത്തിൽ നന്നാകും. മറിച്ച് വിവിധ കുടുംബങ്ങളിൽ നിന്നും യാതൊരു യോജിപ്പുമില്ലാതെ വന്ന ആൾക്കാരെ യോജിപ്പിച്ച് ലേബർ കോളനി ഉണ്ടാക്കിയപ്പോൾ അത് തകർന്നു പോയി. കുടുംബത്തിൽ നിന്ന് തന്നെ ഐക്യമുണ്ടാകണം. ഫാമിലി ലൈഫിനാണ് പ്രാധാന്യം കൊടുത്തത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മത നേതാക്കന്മാരെ കുറ്റം പറയണ്ട. മതം, അതും പ്രത്യേകിച്ച് തൻ്റെ മതം എന്താ? ക്രിസ്തുമതം. അതാണ് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൽ നന്മ വിതറാൻ പറ്റിയ ഒരു മാർഗം. നമ്മളെ ക്രിസ്തുമതത്തിൽ കിളപ്പമുണ്ട്, എല്ലാം സോഷ്യലിസം ഉണ്ട് അതിനകത്ത്. അപ്പൊ മതത്തിലൂടെ സോഷ്യലിസം ഉണ്ടാക്കാം. മതപ്രഭാഷണത്തിലൂടെ,
മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ ബോധവൽക്കരിച്ച് സോഷ്യലിസം ഉണ്ടാക്കാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്താ, നമ്മുടെ മതത്തിൽ തന്നെ കിടപ്പുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഓരോ വ്യക്തിയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവനവനെ തന്നെയാണ്. അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെ സ്നേഹിച്ചാൽ എന്ത് നല്ല സോഷ്യലിസം ആയിരിക്കും അത്. ഞാൻ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞാൽ ഞാൻ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും അത് നന്നാക്കാൻ വേണ്ടി ആത്മാർത്ഥതയും അത്രയും പോലും തൊട്ടടുത്തൊരാള് വീണ് ഒടിഞ്ഞു കിടന്നാലില്ല. എന്നോട് ഞാൻ കാണിക്കുന്ന ഈ ആത്മാർത്ഥ പോലെ അയാളോട് കാണിച്ചാൽ എന്ത് നല്ല സോഷ്യലിസം. അതാണ് ക്രിസ്ത്യൻ സോഷ്യലിസം. അതിലായിരുന്നു വില്യം കിങ്ങിന് താല്പര്യം. അതിലൂടെ സോഷ്യലിസം നടപ്പിലാക്കാം. അതുകൊണ്ടാണ് റോബർട്ട് ഓവൻ സെക്കുലർ ആയിരുന്നുവെങ്കിൽ വില്യം കിങ് ഇവിടെ ക്രിസ്ത്യാനിറ്റിക്കായിരുന്നു പ്രാധാന്യം. റോബർട്ട് ഓവൻ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നെങ്കിൽ വില്യം കിങ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റാണ്. റോബർട്ട് ഓവൻ കമ്മ്യൂണിറ്റി ലൈഫിനാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ വില്യം കിങ് ഫാമിലി ലൈഫിനാണ് പ്രാധാന്യം കൊടുത്തത്. ഒരു കാര്യം വിവരമുള്ള, കുറച്ചുകൂടെ ബോധമുള്ള, മറ്റേ വായനയിലൂടെ ബോധമുണ്ടായെങ്കിലും ബേസിക്കലി അറിവ് നേടിയ വില്യം കിങ് മനസ്സിലാക്കി, ജനങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനവും വിജയിക്കൂ. എ മെൻ ഓഫ് നോളജ് ഈസ് എ മെൻ ഓഫ് ബിസിനസ്. റോബർട്ട് ഓവന് പറ്റിയത് എന്താ? അറിവില്ലാത്ത കുറച്ച് എണ്ണത്തിനെ കയറ്റി തീറ്റ കൊടുത്തതിന്റെ ഫലമാണ്. അവൻ എന്താ ഏതാന്നറിയത്തില്ല, അവൻ അഹങ്കരിച്ചു. അദ്ദേഹം ആദ്യം പള്ളികളിലും ഒക്കെ ബോധവൽക്കരണം നടത്തി, പ്രഭാഷണങ്ങൾ നടത്തി. സഹകരണ സംഘങ്ങൾ വിജയിക്കണമെങ്കിൽ അറിവുണ്ടാവണമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ആദ്യം ഒരു ജേണൽ പ്രസിദ്ധീകരിച്ചു. അതാണ് കോപ്പറേറ്റർ. ആദ്യം ഒരു പേജ് ഉള്ളതായിരുന്നെങ്കിൽ പിന്നീട് പേജുകൾ വർദ്ധിപ്പിച്ചെങ്കിലും ആദ്യം ഒറ്റ പേജുള്ള ഒരു പേപ്പർ, അതാണ് ജേണൽ. അത് കോപ്പറേറ്റർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ സഹകാരികളാക്കി ആദ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഫാദറാണ് നമ്മളുടെ വില്യം കിങ്. 1828 അദ്ദേഹം ആ ജേണല് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഒരു പേപ്പറിൽ മാത്രം പ്രിന്റ് ചെയ്ത് അന്നത്തെ പ്രിന്റിങ്, അന്നത്തെ എഴുത്ത് എഴുതി പ്രസിദ്ധീകരിച്ച ജേണൽ പിന്നീട് അത് നമ്മുടെ ഫസ്റ്റ് ജേണലായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. പേജിന്റെ എണ്ണം നോക്കിയല്ല നമ്മുടെ ജേണലിന്റെ അതിന്റെ ആ പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യമായിട്ട് സഹകരണ മേഖല ഉണ്ടായത്. എക്കോണമിസ്റ്റ് എന്ന് പറയുന്നത് സഹകരണ ജേണൽ അല്ല. ഇത്രയും നമ്മൾ പറയാതെ സഹകരണത്തിലേക്ക് പോയാൽ, ഇത്രയും നിങ്ങൾ കേൾക്കാതെ ആ മനുഷ്യനെ ഒന്ന് മനസ്സിലൊന്ന് വെറും ഒരു റോബർട്ട് ഓവൻ, സഹകരണ പ്രസ്ഥാന പിതാവ്, അതെ ഇങ്ങനെ അതല്ല റോബർട്ട് ഓവൻ. വെറും പട്ടിണിക്കാരനായ ഒരാള് വളർന്നു വലുതായി പട്ടിണിക്കാരെ സഹായിച്ചു. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിമോശം കാണിച്ചു. അത് പലപ്പോഴും ആരാ ബുദ്ധിമോശം കാണിക്കാത്തത്? അത് ബുദ്ധിമോശമാണെന്നത് മനസ്സിലായത് പരാജയപ്പെട്ടപ്പോഴല്ലേ. പക്ഷെ ചെയ്ത എത്രയോ സാധാരണപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ഈ സഹകരണ പ്രസ്ഥാനം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തോടുള്ള ആ ഒരു ആത്മാർത്ഥത വെച്ചുകൊണ്ട്
ഓരോന്ന് പഠിക്കുമ്പോഴും അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഇത് കാര്യമായിട്ട് പഠിക്കുക. അതിന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രിബ്യൂട്ടായിട്ട് വേണം ഓരോന്ന് പഠിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുക. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹത്തോട് അദ്ദേഹം ഇപ്പം ഇല്ല എങ്കിലും അദ്ദേഹത്തിനെ ഒരു സഹായി എന്ന രീതിയിൽ, അദ്ദേഹത്തിനെ ഒരു സ്നേഹം എന്ന രീതിയിൽ ഞാൻ ഈ കോർപ്പറേഷൻ്റെ ഓരോ വർഷവും റോബർട്ടോനെ പറ്റി മാത്രമുള്ളതല്ല, ഇനി അങ്ങോട്ട് പഠിക്കുന്ന എല്ലാം ഞാൻ ഒന്നില്ലാതെ പഠിച്ചു വെക്കും. എനിക്കിതൊക്കെ ഉള്ളൂ ഫാദറെ നൽകാൻ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെ നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് നോട്ട്സ് എന്ന് പറയാം, ഒന്ന് എഴുതിയെടുക്കുക. In 1760, സാർ ഓഡിയോ ഓഫ്. ഓഡിയോ ഓഫ്. മൂട്ടായി. ആ ഓക്കെ ഓക്കെ, കേൾക്കാവോ? കേൾക്കാം കേൾക്കാം സാർ. ഓക്കെ, ഇടയ്ക്കൊന്ന് മൂട്ടായത് കേട്ടോ, സാങ്കേതിക വിദ്യയുടെ പ്രശ്നങ്ങളാണ്. In 1760, Charlton and Woolwich started first society among dockyard workers. അവർക്ക് ചോളം പൊടിക്കാനും ഗോതമ്പ് പൊടിച്ചും കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ളത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ, അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചിരുന്നിട്ടാൽ മതി. അടുത്തത് റോബർട്ട് ഓവൻ. Was born in 1771, May 14. At Newtown. Newtown, Wales, WAILZE, Wales, England. The father of Robert Owen. Robert Owen. Father of Robert Owen. ന്യൂട്ടൺ എന്നാണ്. ഹലോ, ന്യൂടൗൺ എന്നാണ്, ന്യൂട്ടൺ എന്നാണ്. എല്ലാത്തിലും NEWTON കണ്ടേക്കണ. കേൾക്കാൻ പറ്റുന്നില്ല. റോബർട്ടോന്റെ പ്ലേസേ ന്യൂ ടൗൺ ആണോ ന്യൂട്ടൺ ആണോ? അത് രണ്ട് രൂപത്തിലും കിടപ്പുണ്ട്. ചിലതൊക്കെ ന്യൂട്ടൺ, അതാണ് എല്ലാത്തിലും കിടക്കുന്ന കണ്ടേക്കുന്നത്. ന്യൂട്ടൺ എന്നും കിടപ്പുണ്ട്, ന്യൂ ടൗൺ എന്നും കിടപ്പുണ്ട്. രണ്ടും
ആൻസറായിട്ടാണ് ബുക്കുകളിൽ വരുന്നത്. ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആളിൻ്റെ രീതി അനുസരിച്ച് അദ്ദേഹം ഏത് ബുക്കാണോ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇട്ടതോ അതിൻ്റെ അനുസരിച്ച് മാറും. അപ്പം നമ്മളിത് രണ്ടും എഴുതി വെച്ചേക്കുക. അതിൽ നമ്മളായിട്ടൊരു തർക്കത്തിന് പോകണ്ട എന്നുള്ളത് കൊണ്ട് ന്യൂ ടൗണും ബ്രാക്കറ്റിൽ ന്യൂട്ടൺ എന്നും എഴുതുക. രണ്ടും ഉണ്ട്. കാര്യത്തിൽ ഒരു തീർത്ത് നമ്മുടെ ഇങ്ങനെയുള്ള ബുക്കുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി ഒന്നും തീർത്ത് പറയാൻ ആധികാരികമായിട്ടെങ്ങും ഇല്ല. രണ്ടും പഠിച്ച് ഉണ്ടെങ്കിൽ പോലും രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. ഫാദർ ഓഫ് റോബർട്ട് ടോവൻ ഹൈബൻ റോബർട്ട് ടോവൻ. അടുത്ത് മദർ ഓഫ് റോബർട്ട് ടോവൻ, മദർ ഓഫ് റോബർട്ട് ടോവൻ ആനി വില്യംസ്. അടുത്ത് ദ സ്പൗസ്, SPOUSE, ദ സ്പൗസ് ഓഫ് റോബർട്ട് ടോവൻ. കരോളിൻ ഡെയിൽ. അടുത്തത് ദ ഓണർ ഓഫ് ദ ന്യൂ ലെനാർക്ക് മിൽ, ദ ഓണർ ഓഫ് ദ ന്യൂ ലെനാർക്ക് മിൽ, ന്യൂ ലെനാർക്ക് മിൽ at Glasgow, at Glasgow in Scotland, in Scotland. ഹൈഫൻ ഇട്ടിട്ട് ഡേവിഡ് ഡെയിൽ. ഡേവിഡ് ഡെയിൽ. അടുത്തത് റോബർട്ട് ടോവൻ സ്റ്റാർട്ടഡ് his work as apprentice at the age of 10. And became manager at the age of 19. And owner of the mill. ഏജ് ഓഫ് കഴിഞ്ഞിട്ടെന്താ? ഏജ് ഓഫ് കഴിഞ്ഞിട്ടെന്താ? Age of 19. 19. He became the manager. And at the age of 22, at the age of 22, he became the owner. He became the owner of the New Lanark Mill. ഓണർ ഓഫ് ന്യൂ ലെനാർക്ക് മിൽ. അങ്ങനെ തൽക്കാലം റോബർട്ട് ടോവൻ ന്യൂ ലെനാർക്ക് മില്ലിന്റെ
ഓണറായിട്ട് ആ കസേരയിൽ ഇരുത്തിയിട്ട് നമുക്ക് തൽക്കാലം പിരിയാം. അവിടെ ഇരുന്നുകൊണ്ട് ചെയ്ത പണികളെല്ലാം അടുത്ത ദിവസം നമുക്ക് നോട്ട്സ് തരാം. Thank you, sir. Okay, sir. Thank you. Thank you, sir. Thank you, sir.